വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വ്ളോഗാണ്. ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് സിമ്പിളായിട്ട് കുറച്ച് റെസിപ്പീസൊക്കെ വെച്ചിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ അരിയൊക്കെ ഒന്ന് കഴുകി കുക്കറിലാണ് ഞാൻ ചോറ് വെക്കാറ്. കുക്കറിൽ വെക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞൊന്നും പോകാറില്ല. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് സെറ്റായിട്ട് കിട്ടും. അരി ഇട്ടതിന് ശേഷമാണ് ഞാൻ കറിയുടെ കാര്യങ്ങളും ബാക്കി ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോവാറ്. ആദ്യമേ തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വെജിറ്റബിൾസും എന്താണ് വെജ് നോൺ വെജ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഉപ്പേരിയുടെ ബീൻസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബീൻസ് കുറച്ച് വെള്ളവും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഞാനിങ്ങനെ വെക്കാറുണ്ട്. അപ്പോഴേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കുക. തേങ്ങ ഞാൻ മുമ്പേ തന്നെ ചിരവി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. മിക്സിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഇന്ന് മോര് കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് നല്ല ജീരകവും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി കറിക്കുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ പച്ചക്കായും തക്കാളിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മോര് കറിയുടെ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കറിക്കുള്ളതും ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ടൈം കുറച്ചുകൂടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പച്ചക്കായ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നല്ല പഴുത്ത തക്കാളിയാണ്. അതും നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പേരിക്കുള്ള ബീൻസൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കിത് തലേദിവസം തന്നെ ടൈമുള്ളപ്പോൾ രാത്രിയിൽ കട്ട് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് അപ്പം തന്നെയാണ് ചെയ്യാറ്. ഇനി അതിലേക്കുള്ള സവോളയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കുക. കുക്കറിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കായും തക്കാളിയും പിന്നെ ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കണേ. കുറച്ച് വെള്ളം ചേർത്താൽ മതി, ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കറി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കറിയാണ്. അപ്പം നമ്മൾ ഒരു വിസിലിൽ പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കറിയിലേക്ക് ചേർത്തിട്ട് കറി നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. തൈരൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചതിന് ശേഷം കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ച് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 2-3 വറ്റൽമുളകും ചേർത്തിട്ട് അതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കയ്പ്പയ്ക്ക കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനൊരു കയ്പ്പയ്ക്കയുടെ പകുതി ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിങ്ങനെ വെക്കൊന്നും വേണ്ട, നമുക്ക് ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മഞ്ഞളും ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുള്ള കയ്പ്പയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കയ്പ്പയ്ക്ക കൊണ്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീൻസ് തോരൻ റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മഞ്ഞളും ഉപ്പും സവോളയും പച്ചമുളകൊക്കെ കൂടി തിരുമിയിട്ടുള്ള ബീൻസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഞാൻ ഒത്തിരി അങ്ങ് മുരിച്ചെടുത്തിട്ടില്ല, ഈ ഒരു പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സൈഡായിട്ട് ഒരു എഗ് ഫ്രൈയും കൂടെ ചെയ്യുക. അപ്പം മുട്ട ഓൾറെഡി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ മഞ്ഞളും മുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് പുരട്ടിയതിന് ശേഷം എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കുക.